പോയിന്റ്. നേപ്പിൾസ് എന്ന ചെറിയ ഇറ്റാലിയൻ പട്ടണം, അതിലെ നാപ്പോളി എന്ന ഫുട്ബോൾ ടീം, ഇറ്റലിയിലെ അത്രയൊന്നും കേമന്മാരല്ലാത്ത പാവം പിടിച്ച ഫുട്ബോൾ ടീം മാറഡോണ ആ ടീമിനെ ഇറ്റലിയുടെയും യൂറോപ്പിന്റെയും മുൻനിരയിലേക്ക് എത്തിച്ചു. ആ കഥയാണ് കഴിഞ്ഞ സില്ലി പോയിന്റിൽ പറഞ്ഞത്. നാപ്പോളി ക്ലബിന്റെ വെബ്സൈറ്റ് ഒന്ന് എടുത്തു നോക്കൂ. ഇന്നത്തെ കളിക്കാരുടെ പേരും അവരുടെ ജേഴ്സി നമ്പറും ആ വെബ്സൈറ്റിൽ പറയുന്നുണ്ടാവും. എന്നാൽ 10ാം നമ്പർ ജേഴ്സി ആ ലിസ്റ്റിൽ കാണില്ല. എന്താണ് കാരണം? അത് മാറഡോണ അണിഞ്ഞ ജേഴ്സി നമ്പറാണ്. മാറഡോണയോടുള്ള ബഹുമാനാർത്ഥം നാപ്പോളി ക്ലബ്ബ് ഒരു തീരുമാനമെടുത്തു. തങ്ങളുടെ കളിക്കാർ ഇനി ഒരിക്കലും 10ാം നമ്പർ ജേഴ്സി അണിയില്ല. ആ ജേഴ്സി മഹാനായ മാറഡോണ അണിഞ്ഞ ജേഴ്സിയാണ്. ആ നമ്പർ അദ്ദേഹത്തിന് മാത്രം. ഒടുവിൽ 1986 ലോകകപ്പ് വന്നു. മാറഡോണ ഇറ്റലിയിൽ നിന്ന് തിരിച്ച് സ്വന്തം രാജ്യമായ അർജന്റീനയിൽ എത്തി. അർജന്റീനയെ ലോകകപ്പിൽ നയിക്കണം, അതാണ് ഉദ്ദേശം. മെക്സിക്കോയിൽ വെച്ചാണ് കളി. 1982 ചാമ്പ്യന്മാർ ഇറ്റലിയാണ്. 1986 ഇറ്റലി അടങ്ങുന്ന ഗ്രൂപ്പ് എയിലാണ് അർജന്റീന കളിക്കേണ്ടത്. അർജന്റീന, ഇറ്റലി, ബൾഗേറിയ, തെക്കൻ കൊറിയ എന്നീ 4 ടീമുകൾ എ ഗ്രൂപ്പിൽ. തെക്കൻ കൊറിയയെ 3-1 തോൽപ്പിക്കാൻ അർജന്റീനയ്ക്ക് വലിയ പ്രയാസമുണ്ടായില്ല. പക്ഷേ നിലവിലുള്ള ചാമ്പ്യന്മാരായ ഇറ്റലി കരുത്തരാണ്. ആന്റോണിയോ കബ്രീനി നയിക്കുന്ന ഇറ്റാലിയൻ പ്രതിരോധം തകർക്കൽ എളുപ്പമല്ല. മധ്യനിരയിൽ ബെറേസിയും മുൻനിരയിൽ ആൾട്ടോബെല്ലിയുമുണ്ട്. 1986 ജൂൺ 5 കളി. കളിയിൽ 6ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ആൾട്ടോബെല്ലി ഇറ്റലിക്ക് വേണ്ടി സ്കോർ ചെയ്തു ഇറ്റലിയെ മുന്നിലെത്തിച്ചു. അവിടെ വെച്ച് മാറഡോണ തന്റെ മാജിക് പ്രവർത്തിപ്പിച്ചു തുടങ്ങി. 34ാം മിനിറ്റിൽ മാറഡോണ ഇറ്റാലിയൻ പ്രതിരോധം തകർത്ത് ഗോളടിച്ചു. അങ്ങനെ 1-1 എന്ന സമനിലയിൽ ചാമ്പ്യന്മാരെ അർജന്റീന തളച്ചു. ബ്രസീൽ ബൾഗേറിയയെ തോൽപ്പിച്ചതോടെ അർജന്റീന ഗ്രൂപ്പ് ചാമ്പ്യന്മാരുമായി പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. അവിടെ അർജന്റീനയുടെ എതിരാളികൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്നു തന്നെയുള്ള ഉറുഗ്വേ ആയിരുന്നു. ഉറുഗ്വേയെ 1-0 മറികടന്ന് അർജന്റീന ക്വാർട്ടറിൽ എത്തി. അവിടെ അർജന്റീനയ്ക്ക് മുന്നിൽ കരുത്തരായ ഇംഗ്ലണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല ഗോൾ കീപ്പറായ പീറ്റർ ഷിൽട്ടൺ ഇംഗ്ലണ്ടിന്റെ വല കാക്കുന്നു. ഏറ്റവും മുന്നിൽ കരുത്തനും പ്രതിഭാശാലിയുമായ ഗാരി ലിനെക്കർ, പ്രതിരോധം കാക്കാൻ ടെറി ബുച്ചർ. ഒഴിഞ്ഞ ഒരു 1ാം പകുതി പിന്നീട് സംഭവിച്ചത് വലിയൊരു ഫുട്ബോൾ ചരിത്രമായിരുന്നു. 2ാം പകുതിയിലെ 6ാം മിനിറ്റ്. മൈതാനത്തിൽ ഇംഗ്ലണ്ടിന്റെ ഹാഫിൽ ഇടതുഭാഗത്തു നിന്ന് വന്ന മാറഡോണ പന്ത് പല ഇംഗ്ലണ്ട് കളിക്കാരെയും ഡ്രിബിൾ ചെയ്ത് ഏകദേശം പെനാൽറ്റി ബോക്സിന് മുന്നിൽ വെച്ച് കൂട്ടുകാരൻ വാൾഡാനോയ്ക്ക് നൽകുന്നു. പക്ഷേ ആ പാസ് കൃത്യമായി പിടിച്ചെടുക്കാൻ വാൾഡാനോയ്ക്ക് കഴിഞ്ഞില്ല. പകരം അത് ഇംഗ്ലണ്ട് കളിക്കാരൻ സ്റ്റീവ് ഹോഡ്ജിന് കിട്ടി. സ്റ്റീവ് ഹോഡ്ജിന് ആ പന്ത് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഗോളടിക്കും. കാരണം പെനാൽറ്റി ഏരിയയുടെ തൊട്ടടുത്താണത്. അദ്ദേഹം അത് സ്വന്തം ഗോളിക്ക് ചാടി പിടിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ ഉയർത്തിക്കൊടുത്തു. ആ സമയത്ത് ഉയർന്ന പന്തിനെ ലക്ഷ്യമാക്കി മാറഡോണയും കുതിച്ചു. ഇംഗ്ലണ്ടിന്റെ ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടൺ ചാടി ആ പന്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഹെഡ് ചെയ്ത് പന്ത് വലയ്ക്കകത്താക്കാൻ മാറഡോണയും ശ്രമിച്ചു. ഇരുവരും ചാടുമ്പോൾ പന്ത് മാറഡോണയുടെ കൈ തട്ടി വലയ്ക്കകത്തായി. ആ സമയത്ത് പക്ഷേ റഫറിയോ കാണികളോ ആരും തന്നെ മാറഡോണയുടെ കൈയിലാണ് ആ പന്ത് തട്ടിയതെന്ന് കണ്ടില്ല. അങ്ങനെ ഒരു ഗോളിന് അർജന്റീന മുന്നിൽ. ദൈവത്തിന്റെ കൈ എന്ന പേരിലാണ് ആ ഗോൾ പിന്നീട് അറിയപ്പെട്ടത്. വിവാദമായ ആ ഗോളിന് പിറകെ വന്നു 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഗോൾ. അത് അടുത്ത സില്ലി പോയിന്റിൽ. സില്ലി പോയിന്റ്. നിർവഹണം KM നരേന്ദ്രൻ.